നമസ്കാരം, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാൻ സുഖമായിരിക്കുന്നു. അപ്പൊ നമ്മളെന്ത് ചെയ്യാൻ പോകുന്നത് എന്നറിയാമോ? ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പിയാണ് എഗ് ബിരിയാണി. എഗ് ബിരിയാണി ഏറ്റവും എളുപ്പമാണ് തയ്യാറാക്കാൻ, അതേസമയം നല്ല ടേസ്റ്റിയാണ്. അപ്പൊ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ബിരിയാണികളൊന്നാണ് എഗ് ബിരിയാണി. പ്രത്യേകിച്ച് എൻ്റെ വീട്ടിൽ കേട്ടോ, എൻ്റെ ചെറിയ മോനെ പ്രിയപ്പെട്ട ബിരിയാണിയാണ്. അപ്പൊ അവന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പൊ നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, അപ്പൊ ചിക്കൻ ബിരിയാണി 2 തരം ഉണ്ട്, ചെയ്ത് നോക്കാൻ മറക്കരുത്. പിന്നെ ഒരുപാട് ബിരിയാണി ചെയ്യണമെന്ന് റിക്വസ്റ്റ് വരുന്നുണ്ട്. നമുക്ക് ചെയ്യാം പതുക്കെ പതുക്കെ. അതുപോലെ തന്നെ ചാലഞ്ച് കുറെ പേര് 8 പേര് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ വീഡിയോ ഒക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. 12-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അതുപോലെ തന്നെ ഫാൻസ് ക്ലബ്ബ് ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ഫേസ്ബുക്കിൽ തുടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്നും കൂടെ ഇടുന്നുണ്ട്. പിന്നെ അതിൽ നമ്മൾ റെസിപ്പി പോസ്റ്റ് ചെയ്യുമ്പോൾ വീണസ് കറിവള്ളിന്റെ റെസിപ്പി തന്നെ, ഡിഷ് തന്നെ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അതിന്റെ ലിങ്കും പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ വീഡിയോ. ഞാനിപ്പോൾ എക്സ്ക്ലൂസീവായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ പേജിൽ. അപ്പോൾ കാണാത്തവർ കാണുക. അതിനുശേഷം റെസിപ്പീസ് ഒക്കെ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കഴിഞ്ഞ ദിവസമുണ്ടായിരുന്നില്ലേ മറ്റേ മുളപ്പിച്ച പയറ്, അതിന്റെ റെസിപ്പി ഞാൻ ചെയ്യാണ്ട് കുറച്ച് തിരക്കിൽ പെട്ടുപോയതാണ്. മോന്റെ ബർത്ത്ഡേ ഒക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ചെയ്യാം. അപ്പോൾ ഒട്ടും താമസിക്കേണ്ട എങ്ങനെയാണ് എഗ് ബിരിയാണി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് തരാം കേട്ടോ. അപ്പോൾ നമുക്ക് എഗ് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്? അരി വേവിക്കണം, ചോറ് റെഡിയാക്കി വെക്കണം. അതിനുശേഷം മാത്രം ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം. അപ്പം അതിനുവേണ്ടി ഞാൻ 2.5 ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. 20 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം എടുത്ത് സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരിയാണിത്. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി കഴുകിയതിന് ശേഷം സോക്ക് ചെയ്തു. പിന്നെ സോക്ക് ചെയ്തതിന് ശേഷം കഴുകേണ്ട ആവശ്യമില്ല, ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ വീണ്ടും സോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി കഴിഞ്ഞാൽ ഈ അരി അങ്ങ് ചെറുതായിട്ട് അങ്ങ് ഒടിഞ്ഞൊടിഞ്ഞു പോകും. അപ്പോൾ അരി കാണാൻ നന്നായിട്ടുണ്ടാവില്ല, ബിരിയാണി കാണാൻ നന്നായിട്ടുണ്ടാവില്ല. ബസ്മതി റൈസ് എന്ന് പറയുമ്പോൾ നല്ല നീളത്തിൽ തന്നെ നല്ല ഭംഗിയിൽ കിടന്നാലാണ് ആ ബിരിയാണി കാണാൻ ഒരു ചന്ത ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് സോക്ക് ചെയ്യുന്നതിനേക്കാളും മുന്നായിട്ട് നന്നായി കഴുകുക, 20 മിനിറ്റ് സോക്ക് ചെയ്യുക, അതിനുശേഷം ഡ്രെയിൻ ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ ഇവിടെ ഇന്ത്യ ഗേറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് യൂസ് ചെയ്യാം. ഓക്കെ, അരി നമുക്കിനി കുക്ക് ചെയ്തെടുക്കണം. അപ്പം അരി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിലോട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇട്ട് കൊടുക്കണം. ഒരു കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 ഏലക്കായ, 2 കരയാമ്പൂ. ഇത്ര സംഭവങ്ങളാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ചിലവർ ഇതിൽ ബേ ലീവ്സ് ഇടാറുണ്ട്, അതുപോലെ തന്നെ തക്കോല ഇടാറുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളൂ. പിന്നെ ഞാൻ നമ്മുടെ തലശ്ശേരി ബിരിയാണി ചെയ്തപ്പോൾ കുറച്ച് ഫെനൽ സീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതായത് പെരുംജീരകം. പക്ഷേ തലശ്ശേരി ബിരിയാണിയിൽ മാത്രമേ ഞാൻ അത് ഇടാറുള്ളൂ. സാധാരണ ബിരിയാണി ചെയ്യുമ്പോൾ പെരുംജീരകം വെള്ളത്തിൽ ഇട്ട് കൊടുക്കാറില്ല. ഓക്കെ, അപ്പോൾ ഈ 3 ഐറ്റം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. എപ്പോഴും ഞാൻ പറയാറുണ്ട്, ബിരിയാണി അരി ചെയ്യുമ്പോൾ ഉപ്പ് അല്പം മുന്നോട്ട് നിന്നാൽ മാത്രമാണ് ആ ബിരിയാണി അരിയിലേക്ക് നന്നായി ഉപ്പ് പിടിക്കുള്ളൂ. അത് വിചാരിച്ചിട്ട് ഒരുപാട് ഉപ്പിടണമെന്നല്ല ഞാൻ അർത്ഥമാക്കുന്നത്. നമ്മൾ ഉപ്പ് ആദ്യം കുറച്ചിടുക, മിക്സ് ചെയ്ത് നോക്കുക, ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പലവരും എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രൈഡ് റൈസിൻ്റെ അരി വേവിക്കുമ്പോഴും അതുപോലെ ബിരിയാണിക്ക് ഇതേപോലെ അരി വേവിക്കുമ്പോഴും എങ്ങനെയാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരുപാട് വെള്ളം കൂടുതൽ എടുക്കുക. അപ്പോൾ ഈ കുക്കറിൽ 3/4 ഭാഗത്തുള്ള ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് 2.5 ഗ്ലാസ് അരിക്ക്. എന്നിട്ട് 3/4 വേവാകുമ്പോൾ ഇതങ്ങ് ഊറ്റിക്കളയും. അപ്പോൾ വെള്ളത്തിന് അളവ് ഇത്രയും അളവൊന്നുമില്ല, കൂടുതൽ വെള്ളത്തിൽ വേണം നമ്മൾ എപ്പോഴും അരി വേവിച്ചെടുക്കാൻ. അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് സ്റ്റാർച്ച് അങ്ങ് കൂടിയിട്ട് അരി അങ്ങ് ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ വെള്ളത്തിൽ അരി വേവിക്കാൻ പറയുന്നത്. ഞാൻ വെള്ളത്തിൻ്റെ അളവൊന്നും അളന്നെടുത്തിട്ടില്ല. ഈ ഒരു കുക്കറിൻ്റെ 3/4 ഭാഗത്തോളം വെള്ളം, 7 ലിറ്ററിൻ്റെ കുക്കറാണിത്. ഇതിൻ്റെ 3/4 ഭാഗത്തോളം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ രുചിയൊന്ന് നോക്കട്ടെ, അതായത് ഉപ്പ് നന്നായിട്ട് ഉണ്ടോയെന്ന് നോക്കണം. അല്പം കൂടെ ഉപ്പ് വേണം, ഇപ്പോൾ കുറച്ച് കുറവ് നിൽക്കുകയാണ്. മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാടങ്ങ് ഉപ്പ് കൂടാനും പാടില്ല കേട്ടോ. സാധാരണ രീതിയിലത്തേക്കാളും കുറച്ച് മുന്നിട്ട് നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അപ്പോഴാണ് അരി ഇടുമ്പോൾ അരിയിലേക്കും കൂടെ ഉപ്പ് പിടിച്ച് കറക്റ്റ് ആവുക. ബിരിയാണിയിൽ ഉപ്പ് കുറഞ്ഞാലും നന്നായിണ്ടാവില്ല, ഉപ്പ് കൂടിയാലും നന്നായിണ്ടാവില്ല. അത് ഏത് ബിരിയാണിന്ന് മാത്രമല്ല, ഏത് ഡിഷിലാണെങ്കിലും. അപ്പോൾ നമ്മുടെ ഉപ്പ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഉപ്പ് വെള്ളത്തിൽ അല്പം ഉപ്പ് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ഈ വെള്ളം നന്നായി തിളക്കട്ടെ. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം മാത്രം ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പം ഞാൻ അപ്പുറത്തെ സൈഡിൽ മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട്. 6 മുട്ടയുടെ കണക്കാണ് ഞാൻ പറയുന്നത്. 2-3 എണ്ണം ഞാൻ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. അത് നന്ദുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണിയാണ് എഗ് ബിരിയാണി. എഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദുവിന് ഏത് രൂപത്തിൽ കൊടുത്തു കഴിഞ്ഞാലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേക്ക് അവന് ഇഷ്ടപ്പെട്ട ഫുഡല്ലേ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ. 6 എണ്ണം മതി നമ്മുടെ ബിരിയാണിക്ക്. പക്ഷേ ഒരു ഗാർണിഷ് ഒക്കെ ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടെ മുട്ട അധികം വേണമെന്നുള്ളത് കൊണ്ട് 2 മുട്ട എക്സ്ട്രാ പുഴുങ്ങാണ്.
അപ്പോൾ അത് എന്താ പറയുക, ഉപ്പിട്ട് വേവിച്ചുകൊണ്ടിരിക്കുന്ന മുട്ടയാണത്. ഉപ്പിട്ട് വേവിച്ച് കഴിഞ്ഞാൽ മുട്ടയുടെ ഷെല്ലിൽ നിന്ന് നമുക്ക് മുട്ട വേർതിരിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. ചിലർ കുക്കറിൽ മുട്ട കുക്ക് ചെയ്യാറുണ്ട്. പക്ഷെ എന്താ കുഴപ്പമെന്ന് അറിയാമോ, ആ മുട്ടയുടെ ഭംഗി നഷ്ടപ്പെടും. കുക്ക് ചെയ്യാനൊക്കെ എളുപ്പമാണ്, പക്ഷെ മുട്ട തൊലി ഒലിച്ച് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മഞ്ഞ കളറായിരിക്കും അതിന്റെ പുറം ഭാഗത്ത്. വൈറ്റ് കളറിന് പകരം മഞ്ഞ കളറായിട്ടിരിക്കും. മാത്രമല്ല കുക്കർ ഇപ്പോൾ എന്താ പറയുക, അലുമിനിയം കുക്കറൊക്കെ ആണെങ്കിൽ അത് ഭയങ്കരമായിട്ട് കറുത്തു പോകും. അപ്പോൾ അത് ഏറ്റവും സേഫ് ഇതേപോലെ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടുങ്ങാട്ട് മുട്ട സാധാരണ ഒരു പാത്രത്തിൽ അങ്ങ് കുക്ക് ചെയ്തെടുക്കുന്നതാണ്. അപ്പൊ ഇനി നമ്മൾ ആ വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 25 ചെറിയ ഉള്ളി ഇതിനുള്ളിൽ നിന്ന് എടുക്കണം. അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 3 പച്ചമുളക്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചെറിയുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെറിയുള്ളി ക്ലീൻ ചെയ്യാൻ മടിയുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയുള്ളിക്ക് പകരമായിട്ട് 2 സവാള എക്സ്ട്രാ വേണം. നമുക്ക് ചെറിയുള്ളി വേണമെങ്കിൽ സവാളയും വേണം. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ 2 സവാളയ്ക്ക് പകരമായിട്ട് 4 സവാള നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, പക്ഷേ ചെറിയുള്ളി ഇട്ട് കഴിഞ്ഞാൽ ബിരിയാണിക്ക് ടേസ്റ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഞാൻ ചെറിയുള്ളിയാണ് പ്രിഫർ ചെയ്യുന്നത്. 25 ചെറിയുള്ളി പ്ലസ് 2 സവാളയാണ് ഇന്നത്തെ നമ്മുടെ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയുടെ കണക്ക്. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഞാൻ ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. നിങ്ങളുടെ അടുത്ത് ചോപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ ക്രഷ് ചെയ്ത് നന്നായി ചതച്ചെടുത്താലും മതിയാകും. അതേസമയം അരിയണ്ട. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ചോപ്പറിൽ ഇട്ടതിന് ശേഷം 25 ചെറിയുള്ളി ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ആൻഡ് ഡെക്കറിന്റെ ചോപ്പറാണ്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇതിന്റെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. ഒരുപാടങ്ങ് അറിയാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ചോപ്പറൊക്കെ എപ്പോഴും വീട്ടിലൊരു അത്യാവശ്യ ഘടകമാണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും. അപ്പൊ പെട്ടെന്ന് നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ബീട്രൂട്ട് തോരനൊക്കെ വെക്കുമ്പോൾ ഇതിൽ ഏറ്റവും എളുപ്പമാണ്. അതുപോലെ തന്നെ ഇഞ്ചിക്കറി ഉണ്ടാക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് ചോപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത്ര മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്താൽ മാത്രം മതി. ഒരുപാടങ്ങ് അറിയാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പൊ 25 ചെറിയുള്ളി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചെടുക്കാം. ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി അങ്ങ് അരിഞ്ഞു കൊടുക്കാം. പെട്ടെന്ന് നമുക്ക് ചതച്ചെടുക്കാൻ അല്ലെങ്കിൽ ചോപ്പ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ ഒരു 6 വെളുത്തുള്ളി, പിന്നെ 3 പച്ചമുളക്. എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തോളൂ കേട്ടോ, ഉള്ളിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ. എന്നിട്ട് നമുക്ക് സെയിം ഉള്ളിയുടെ പാത്രത്തിലോട്ട് തന്നെ നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പം അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, 2 സവാള നീളത്തിൽ അരിയാം. 2 സവാള നമുക്കിപ്പോൾ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സവാളയാണ്. മസാല ഉണ്ടാക്കാനുള്ള സവാള നമുക്ക് അരിയാം. അതിപ്പോൾ ഒരുപാട് നൈസ് ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സാധാരണ രീതിയിൽ അരിഞ്ഞാൽ മതി. കാരണം എന്തായാലും വഴറ്റി നന്നായിട്ട് അങ്ങ് ഉടഞ്ഞു പോകാനുള്ളതാണ്. ഇതൊക്കെ റെഡിയാക്കി വെക്കണമെങ്കിൽ പിന്നെ ബിരിയാണി പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ബേസിക്കലി മുട്ട ബിരിയാണിയാണ് ആദ്യം നമ്മൾ പരീക്ഷിക്കേണ്ടത്. കാരണം ചിക്കനും മട്ടനും ബീഫിലേക്കൊക്കെ പോണേക്കാളും മുന്നായിട്ട് മുട്ട ബിരിയാണി ഉണ്ടാക്കി സക്സസ് ആയി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ആ കോൺഫിഡൻസ് വരും. ഇപ്പം ചെറിയ പിള്ളേരോടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പം ആദ്യം നിങ്ങൾ നോൺ വെജ് ഒക്കെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ വെജിറ്റബിൾ ബിരിയാണി, നമ്മുടെ കുക്കർ ബിരിയാണി ട്രൈ ചെയ്യാൻ മറക്കരുത്. പിന്നെ ട്രൈ ചെയ്യേണ്ടത് എഗ് ബിരിയാണിയാണ്. എഗ് ബിരിയാണി എന്ന് പറഞ്ഞാൽ പിന്നെ ഭയങ്കര എളുപ്പമാണ്, അതേസമയം നല്ല ടേസ്റ്റിയാണ്. വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ് മുട്ട അല്ലേ. അപ്പോൾ പെട്ടെന്നൊന്ന് കൊതി തോന്നിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ സവാള റെഡി ആയിട്ടുണ്ട്, മസാലയിലേക്കുള്ള സവാള. അപ്പോൾ ബിസ്തക്ക് സവാള അരിയുമ്പോൾ വളരെ നൈസായിട്ട് ഈ ഷാർപ്പായിട്ടുള്ള ബ്ലേഡ് പോലെ അരിയുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അതൊക്കെ പല പ്രാവശ്യം പല ബിരിയാണിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അതെങ്ങനെ ഫ്രൈ ചെയ്യുന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ പിന്നെ ഇത് കാണിക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ തലശ്ശേരി ബിരിയാണിയൊക്കെ ഒന്ന് നോക്കിക്കോളൂ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അല്പം പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കിട്ടുന്നു. പലവരും ടിപ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അല്ലെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ കിട്ടാറുണ്ട് ഇത് ഫ്രൈ വളരെ നൈസാക്കി അരിയുന്നതുകൊണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം പഞ്ചസാര അതിൽ തൂക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഗോൾഡൻ കളർ ആവുമെന്ന് പറയപ്പെടുന്നു. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, നിങ്ങൾ നോക്കിക്കോളൂ. അപ്പോൾ ഇത് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, വളരെ നൈസായിട്ട് അങ്ങ് അരിയുക. അപ്പോൾ അലങ്കാരത്തിന് പിസ്ത കൂടുതൽ വേണമെങ്കിൽ ഇതിൻ്റെ എണ്ണം കൂട്ടിക്കോളൂ സവാളയുടെ. ഞാനിത് ഒരെണ്ണം മതിയാവും, അധികം നന്ദുവിന് ഇഷ്ടമില്ല അത് ഇട്ട് കണ്ട് അതിങ്ങനെ പറക്കി എടുക്കാൻ തുടങ്ങും. അപ്പം ഇത് ഞാൻ എന്നിട്ട് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഫ്ലവർ ഓയിലിൽ നന്നായിട്ട് അങ്ങ് ഗോൾഡൻ കളർ ആവുന്ന വരെ അങ്ങ് വറുത്ത് വെക്കാൻ പോവാണ്. അതുപോലെ തന്നെ 15 അണ്ടിപ്പരിപ്പും വറുത്ത് വെക്കാൻ പോവാണ്. അതുപോലെ തന്നെ കുറച്ച് കിസ്മിസും വറുത്ത് വെക്കാൻ പോവാണ്. അത് ഞാൻ കാണിക്കുന്നില്ല, വറുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ
വെള്ളം നന്നായി തിളയ്ക്കുന്നുണ്ട്. ആ വെള്ളത്തിലോട്ട് ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ബസ്മതി അരി സൂക്ഷിക്കണം, പെട്ടെന്ന് വേവുന്നതാണ്. നിങ്ങൾ ഇത് ഇട്ടിട്ട് എവിടെയും പോകരുത്, ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുക. 3/4 വേവ് ആവാൻ പാടുള്ളൂ, ഫുൾ വേവ് ആവാൻ പാടില്ല. നമ്മൾ ദം ചെയ്യാൻ പോണതാണിത്. അതുകൊണ്ട് 3/4 വേവ് ആവുന്ന സമയത്ത് നമ്മളിതൊന്ന് ഊറ്റി വെക്കണം. പിന്നെ ഈ സ്ട്രെയിനറിൽ ഇരുന്നിട്ട് ആ ചൂട് കൊണ്ട് ബാക്കി അത് വെന്തോളും. ഒരുപാട് ഫുള്ളായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഊറ്റി വെക്കുമ്പോൾ കൂടുതൽ വേവും, ആകെ കുഴഞ്ഞു പോകും ബിരിയാണി നമ്മുടെ. അതുകൊണ്ട് അത് സൂക്ഷിക്കുക. ഇനി ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോളൂ കേട്ടോ. തീ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നിട്ട് നന്നായിട്ട് ഇത് കുക്ക് ആയിക്കോട്ടെ. 3/4 വേവ്. ഓക്കെ, ഇവിടെ മുട്ട വെന്തിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്തു. ഒരു 10 മിനിറ്റാണ് മുട്ടയുടെ കുക്കിംഗ് ടൈം, 8 മുതൽ 10 മിനിറ്റ് വരെ. ഓക്കെ, അപ്പം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഞാൻ പച്ചവെള്ളത്തിലോട്ട് ഇടും. അപ്പോൾ തന്നെ നമുക്കത് പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ തൊലി ഉലിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ തൊലി ഇങ്ങ് ഉലിച്ച് മാറ്റി വെക്കട്ടെ. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇടയ്ക്ക് നോക്കുക അരിയുടെ വേവ്. ഇത് പെട്ടെന്ന് വേവുന്ന സംഭവമാണേ, നിങ്ങൾ ഇതിട്ടിട്ട് പോകരുത്. അപ്പോൾ ഇത് തൊട്ട് നോക്കുമ്പോൾ ഏകദേശം അറിയാൻ പറ്റും 3/4 വേവ് ആയിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഇതായിട്ടില്ല, ഒന്നും കൂടെ ആവാനുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക. ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയാറുണ്ട്, ചേച്ചി അലിഞ്ഞു പോയി അരി എന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണത്, ശ്രദ്ധിക്കുക. 3/4 വേവ് എന്ന് പറയുമ്പോൾ നമുക്കിത് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. തൊട്ട് നോക്കുമ്പോൾ ഒന്നും കൂടെ ആവാനുണ്ട് കേട്ടോ. ഇതിപ്പോൾ ശരിക്കും അരി പോലെ തന്നെ കിടക്കുകയാണ്. 5 മിനിറ്റ് ആയിട്ടുണ്ട് ഇതിപ്പോൾ കുക്കിംഗ് ടൈം. ഇനി ഒരു 5 മിനിറ്റും കൂടെ മിക്കവാറും വേണ്ടി വരും. അപ്പോൾ നമുക്കിത് ഊറ്റി മാറ്റി വയ്ക്കാം. അതിന് ശേഷം ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാം. ചോറ് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ പകുതി ബിരിയാണിയുടെ പണി കഴിഞ്ഞു എന്ന് തന്നെ ചുരുക്കം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ അരി ഏകദേശം ആയിട്ടുണ്ട്. ഇതിപ്പോൾ 3/4 വേവ് ആയിട്ടുണ്ട് കേട്ടോ. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രസ് ആവുന്നുണ്ട്, അതേസമയം ഉടഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു 10 മിനിറ്റ് ഇട്ടാ മൊത്തത്തിൽ എനിക്ക് വേണ്ടി വന്നത്. പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള അരി അനുസരിച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. എനിക്ക് 10 മിനിറ്റ് ആയി എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് 10 മിനിറ്റ് ആയിരിക്കണം എന്നില്ല. അതെപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ തൊട്ട് നോക്കുമ്പോൾ നിങ്ങൾ തൊട്ട് നോക്കുമ്പോൾ മുറിയേം വേണം, അതേസമയം വെന്തൊടയാനും പാടില്ല. അതാണ് അതിൻ്റെ പരുവം. അപ്പോൾ 3/4 വേവ് ആയിട്ടുണ്ട്. നമുക്കിത് പെട്ടെന്ന് തന്നെ ഊറ്റി മാറ്റി വെക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് വേറൊരു കാര്യം ചെയ്യാനുണ്ട്. കുറച്ച് നെയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ, തീ ഓഫ് ചെയ്തിട്ടുണ്ട്. കുറച്ച് 1 ടീസ്പൂണോളം നെയ്യ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലേവറും കിട്ടും, അതുപോലെ തന്നെ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കില്ല, കാരണം 3/4 വേവ് ആയിട്ടുള്ളൂ. 1 സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതങ്ങ് സ്ട്രെയിൻ ചെയ്യാം കേട്ടോ. ഞാൻ സ്ട്രെയിൻ ചെയ്തിട്ട് അവസാനം ഇതിൻ്റെ മുകളിലുള്ള ഈ പട്ട, കരയാമ്പൂ, ഏലക്കായൊക്കെ എടുത്ത് മാറ്റും. ഇത് ബിരിയാണിയിൽ വായിൽ കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റ് അങ്ങ് കംപ്ലീറ്റ് മാറിപ്പോവും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് എടുത്ത് കളയാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാൻ എടുത്ത് സ്പൂൺ കൊണ്ട് തന്നെ ഫോർക്ക് കൊണ്ട് എടുത്ത് മാറ്റി കളയാം. അപ്പോൾ നമുക്ക് സ്ട്രെയിൻ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇതാ ചോറ് ഞാനിപ്പോൾ ഇതിലേക്ക് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, കാരണം താഴത്തെ ചോറ് മുകളിലേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ താഴത്തെ ചോറ് മാത്രം അങ്ങ് ആകെ ഒരുപാട് വെന്ത് പോകും. നിങ്ങളുടെ അടുത്ത് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വേറൊരു വലിയ ബേസിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ബേസിനിലോട്ട് ഇതിലത്തെ വെള്ളം മാറിയതിന് ശേഷം ഇട്ട് കൊടുത്തോളൂ. അപ്പോൾ ഒട്ടും വേവ് കൂടില്ല. ഓക്കെ, ഫാൻ ഉണ്ടെങ്കിൽ ഫാൻ്റെ താഴെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കറക്റ്റ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. അപ്പം മുട്ട പുഴുങ്ങിയത് ഞാൻ തൊലി കളഞ്ഞും മാറ്റി വെച്ചിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. നമുക്കിനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു കടായി വെക്കുക. ആ കടായിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് നിർബന്ധമൊന്നുമില്ല, നെയ്യ് ഇടുമ്പോൾ കുറച്ച് ഫ്ലേവർ ഉണ്ടാവും. 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഓയിലാണ്, സൺഫ്ലവർ ഓയിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ മൊത്തത്തിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ മൊത്തത്തിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുക. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചൂടാവട്ടെ. അപ്പം നമ്മുടെ ഇത് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി കൂട്ട് ഇട്ട് കൊടുക്കും. നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ചെറുതായിട്ട് ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാൻ. ഞാൻ പറഞ്ഞല്ലോ, ചെറിയുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവാള മാത്രം മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4 സവാള. ഇനി ഇത് വഴണ്ട് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് 2 സവാള മുറിച്ചത് ചേർത്ത് കൊടുക്കും. ഇനി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റോളം ഇതൊന്ന് വഴറ്റി കൊടുക്കുക. എളുപ്പത്തിലാവാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിൽ ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരുപാട് ആദ്യം ഇടരുത്. ഒരു ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ കിടന്ന് നന്നായിട്ട് സവാള ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ വഴറ്റി കൊടുക്കണം. ആ ബ്രൗൺ ഷെയ്ഡ് ആയിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, കംപ്ലീറ്റ്ലി ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ആ ഒരു ട്രാൻസ്പെറൻ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഇടാൻ പാടില്ല. നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ സവാള വഴറ്റിയേ പറ്റൂ. സവാള വഴറ്റുന്ന സമയമാണ് കുക്കിംഗ് ടൈമിൽ കൂടുതൽ എടുക്കുന്നത്. പക്ഷേ അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് നമ്മുടെ ഡിഷിന് കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് കുറേ നാളുകളായിട്ട് വരുന്നൊരു റിക്വസ്റ്റാണ് എഗ് ബിരിയാണിയുടെ. അപ്പോൾ ഞാനൊരു ശരിയായൊരു ഒക്കേഷന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ പിന്നെ നന്ദൂട്ടൻ്റെ ബർത്ത്ഡേ ആയപ്പോൾ പിന്നെ ഇനി കഴിവ് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങ് ബ്രൗൺ ഷെയ്ഡ് ആവട്ടെ കേട്ടോ. അപ്പോൾ ഏകദേശം ആവാറായിട്ടുണ്ട് കേട്ടോ. ഒരു 2 മിനിറ്റ് കൂടെ വഴറ്റി കഴിഞ്ഞാൽ ശരിയാവും. നല്ല പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ബ്രൗൺ ഷെയ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്.
ചെറുതായിട്ട് ഒന്നും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. പൊടികൾ കാര്യമായിട്ടൊന്നുമില്ല, ബിരിയാണി മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ബിരിയാണി മസാല നിങ്ങൾക്ക് ഉണ്ടാക്കാൻ മടിയൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ബിരിയാണി മസാലയുടെ റെസിപ്പി ഞാൻ തലശ്ശേരി ബിരിയാണിയിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൻ്റെ സംഭവം വീഡിയോ കണ്ടാലും അറിയാം. പിന്നെ വീണ്ടും ഇവിടെ എടുത്ത് പറയുന്നില്ല. ഞാൻ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. വല്ലപ്പോഴൊക്കെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു കണ്ടെയ്നറിൽ എടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതിയാവും കേട്ടോ. കൂടുതൽ പൊടിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു അല്പം മസാലയുടെ ആവശ്യമുള്ളൂ. അതല്ലെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുക്കാം, ഏതായാലും കുഴപ്പമില്ല. ഇത് ബിരിയാണി മസാലയാണ് കുറച്ചും കൂടെ നല്ലതെന്ന് മാത്രം. അപ്പം അത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, ഒരു 10 എണ്ണം കുരുമുളക്, പിന്നെ ഒരു 10 ഏലക്കായ, ഒരു 2 വലിയ കഷ്ണം പട്ട, പിന്നെ ഒരു 10-12 കരയാമ്പൂ, പിന്നെ ജാതിക്കയില്ലേ, ജാതിക്കയുടെ ഒരു ചെറിയ കഷ്ണം. ഇത്രയാണ് ഇട്ടിട്ട് നന്നായി അങ്ങ് പൊടിച്ചെടുത്താന്ന് വറുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തതാണ് ബിരിയാണി മസാല. ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞ പോലെ തലശ്ശേരി ബിരിയാണിയിൽ നോക്കൂ. അപ്പോൾ ശരിക്കും അതുണ്ടാക്കണം ഇതൊക്കെ അതിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അത് നോക്കാൻ മറക്കരുത് വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇത് മതി. നമുക്ക് ഇതിലേക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. കാരണം മുട്ട ബിരിയാണി ആയതുകൊണ്ട് ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല നമുക്ക്. ഇത്ര എരിവ് മതി. ചെറിയ തീയിലിട്ടതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികൾ ഒരിക്കലും കരിയാൻ പാടില്ല. ഈ പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം മാത്രം ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുക്കാൻ പോണത്. ഒരു 1/2 ടീസ്പൂൺ ബിരിയാണി മസാല ഇല്ല എന്നുണ്ടെങ്കിൽ ഗരം മസാല 1/2 ടീസ്പൂൺ കേട്ടോ. അത് ചേർത്തപ്പോൾ തന്നെ എന്താ ഫ്ലേവർ ഇവിടെ, അതിൻ്റെ പച്ചമണം നന്നായി അങ്ങ് മാറണം. നമ്മൾ മല്ലിപ്പൊടി ചേർക്കില്ല കേട്ടോ ബിരിയാണിയിലൊന്നും. ഞാൻ പണ്ട് ചേർത്തിരുന്നു മുട്ട ബിരിയാണിയിൽ മല്ലിപ്പൊടി, ഇപ്പം ചേർക്കാറില്ല. പിന്നെ ചെറിയൊരു ക്വാണ്ടിറ്റി അല്ലേ നമ്മൾ കാണിക്കുന്നത്. ഒരു 4 പേർക്കുള്ള ഒരു ചെറിയ കുടുംബത്തിനുള്ള ഒരു ബിരിയാണിയാണത്. ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇരട്ടിയൊക്കെ എടുക്കണം. ഇതിൻ്റെ പച്ചമണം നന്നായി മാറട്ടെ കേട്ടോ. മസാലയുടെ പച്ചമണമൊക്കെ നന്നായി മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത മീഡിയം 2 തക്കാളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് പുളിയുള്ള തക്കാളി ചേർക്കാൻ പാടില്ല. നല്ല പഴുത്ത മീഡിയം 2 തക്കാളി കേട്ടോ. ഇത് നന്നായി അങ്ങ് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് അങ്ങനെ അല്പം വെള്ളം ചേർത്തോ. എന്നിട്ട് നന്നായിട്ടങ്ങ് കുക്ക് ചെയ്തെടുക്കണം. നന്നായി ഉടഞ്ഞ് ചേരണം നമ്മുടെ തക്കാളി ഇതിലേക്ക്. ഞാൻ ആ സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും പിന്നെ സവാളയും ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ തക്കാളി നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. നന്നായി കുക്കായിട്ടുണ്ട്. നന്നായി കയ്യിലുണ്ടെങ്കിൽ ഉടച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്താണെന്നറിയാമോ? കുറച്ച് കിസ്മിസും കുറച്ച് അണ്ടിപ്പരിപ്പും, ഒരു 3-4 എണ്ണം മതി കേട്ടോ. അതൊരു കടിക്കാനൊരു ഗ്രേവി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ തൈര്. ഇച്ചിരി പുളിയുള്ള തൈരാണത്. തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും തൈര് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണിക്ക്. പിന്നെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, ഒരു 1/2 കൈ, അതുപോലെ തന്നെ 1 കൈ മല്ലിയില ചെറുതാക്കി കട്ട് ചെയ്തത്. അത് നന്നായി മണ്ണൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക. കാരണം ഇതിലൊക്കെ നിറയെ മണ്ണുണ്ടാവും. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമ്മൾ കെട്ട് വാങ്ങിക്കുമ്പോൾ ആദ്യം തന്നെ സിങ്കിലിട്ട് നന്നായി കഴുകിയെടുത്ത് അതിലത്തെ വെള്ളം പോയതിന് ശേഷം മാത്രം കട്ട് ചെയ്താൽ മതി കേട്ടോ. മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇപ്പം തന്നെ എന്തൊരു മണമെന്നറിയോ ഇവിടെ. പിന്നെ കുറച്ച് സവാള ഫ്രൈ ചെയ്തത്, അത് ബിസ്തയും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് മതിയിട്ടാ, ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ ബിരിയാണിക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഇതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട ചേർത്ത് കൊടുക്കണം. ഓരോ മുട്ടയിലും എല്ലാ ഭാഗത്തും ഫോർക്ക് വെച്ചിട്ട് ഹോൾസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രേവിക്ക് അതിലേക്ക് ഇറങ്ങിക്കോളും. എന്നിട്ട് നമുക്ക് ഓരോ മുട്ട ഇതുപോലെ തന്നെ 6 മുട്ടയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 6 മുട്ട അതേപോലെ കുത്തി ഇട്ട് കൊടുക്കുക. ആണെങ്കിൽ മുറിച്ചിട്ടോ. പക്ഷെ മുറിച്ചിട്ട് എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലത്തെ ഉണ്ണിയൊക്കെ ആകെ പുറത്തേക്കൊക്കെ വന്ന് ഭംഗി ഉണ്ടാവില്ല. ഇനി നമുക്കിതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അങ്ങ് ഗ്രേവി മിക്സ് ചെയ്ത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് വരിക. 2 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഇങ്ങനെ ഒഴിക്കാൻ പോകുന്നത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് വറ്റിച്ചെടുത്താൽ മതി. ഇപ്പം തന്നെ അടിപൊളിയാണ്. അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. ഞാൻ സാധാരണ രീതിയിൽ പൈനാപ്പിളും കൂടി ഇടാറുണ്ട്. ഇന്ന് എൻ്റെ കയ്യിൽ പൈനാപ്പിൾ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് പൈനാപ്പിൾ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ ചെറുതേ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ്. എല്ലാവരും എന്നെ കളിയാക്കും പൈനാപ്പിൾ, അവൾ എന്തിലും പൈനാപ്പിൾ ഇടുന്നു പറഞ്ഞിട്ട്. പക്ഷേ ബിരിയാണിയിൽ പൈനാപ്പിൾ ഇട്ടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് പിള്ളേരെ. നമുക്ക് മനസ്സിലാവില്ല. നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാൻ. പക്ഷേ എൻ്റെ ഇന്ന് പൈനാപ്പിൾ ഇല്ല, കഷ്ടമായിപ്പോയി. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക്. വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിലൊന്ന് കിടന്ന് തിളച്ച് വറ്റട്ടെ. എന്നിട്ട് ലാസ്റ്റ് വറ്റി കഴിഞ്ഞ ശേഷം നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് മാറ്റം വരുത്താം. പുളി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വേണമെങ്കിൽ കുറച്ചും കൂടെ ലെമൺ ജ്യൂസ് പിഴിഞ്ഞൊഴിക്കാം.
ഉപ്പ് കുറവാണെങ്കിൽ മാറ്റം വരുത്താം. പൈനാപ്പിൾ ആണെങ്കിൽ ചെറിയൊരു മധുര രസം ഉണ്ടാവും നമ്മുടെ ബിരിയാണിക്ക്. വേണമെങ്കിൽ നുള്ളിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം, വിരോധമൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ പൈനാപ്പിൾ എസൻസ് ഒഴിച്ച് കൊടുക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഞാനിപ്പോൾ ഇതൊന്നും ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ ശരിയാക്കും. അപ്പോൾ പൈനാപ്പിൾ എസൻസ് എന്നെ പോലെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അവസാനം നമ്മൾ ചോറ് ദം ചെയ്യില്ലേ, ആ സമയത്ത് പൈനാപ്പിൾ എസൻസ് മഞ്ഞ കളറിൽ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇന്ന് പാലിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ, ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. ആ മഞ്ഞ കളർ ഇല്ലെങ്കിൽ ബിരിയാണി ആവില്ല. ഇപ്പം നമ്മുടെ ഗ്രേവി വറ്റിയിട്ടുണ്ട്. ഇത് മതി കേട്ടോ. ഈ ഇച്ചിരി ഒരു ഗ്രേവി വേണം. ഓവറായിട്ട് ഡ്രൈ ആവാനും പാടില്ല, ഓവറായിട്ട് ഗ്രേവി ഉണ്ടാവാനും പാടില്ല. ഈ ഒരു പരുവം ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ദം ചെയ്യാം. ദം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലേക്ക് മൈക്രോവേവ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രിയിൽ 20 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പോലെ തന്നെ നമുക്ക് പാത്രത്തിൽ ഇതിൽ തന്നെ വെച്ചതിന് ശേഷം നമുക്കിതിൽ ദം ചെയ്തെടുക്കാം. ദം ചെയ്യാന്ന് പറയുമ്പോൾ പഴയ പോലത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമ്മൾ ഇതിപ്പോൾ ഓൾറെഡി നമുക്ക് നന്നായിട്ട് ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു പാത്രമാണ്. ഞാൻ ഇതിന് മുമ്പിലത്തെ ചിക്കൻ ബിരിയാണിയിൽ കാണിച്ചൊന്നുണ്ടായിരുന്നില്ലേ, ഇതിന് മുകളിൽ ഒരു അലുമിനിയം ഫോയിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് ടൈറ്റായിട്ട് അടയ്ക്കുക. അതിന് ശേഷം ഒരു മൂടി വെച്ച് നമുക്ക് ദം ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ചോറ് എടുത്തിട്ട് വരാം. ഞാൻ ഇതിൽ തന്നെയാണ് ഞാൻ ദം ചെയ്യാൻ പോകുന്നത്. ആദ്യം ഇതൊന്നും ഒരു പാത്രത്തിലോട്ട് മാറ്റി പാത്രം ജസ്റ്റ് ഒന്ന് കഴുകട്ടെ. കാരണം ഞാൻ ചോറാണ് ആദ്യം ഇടാൻ പോകുന്നത്. അതിന് ശേഷം ഗ്രേവി ഇടുക, പിന്നെ ചോറിടുക. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഗ്രേവി നമുക്കൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റാം. ഇതൊന്ന് കഴുകിയതിന് ശേഷം നമുക്ക് ദം ചെയ്യാം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു 4 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അളവാണ് കേട്ടോ. അത് എൻ്റെ വീട്ടിലെ 4 പേർക്ക്, 2 അഡൽട്ട്സും 2 കിഡ്സാണ് ഈ അളവ്. നിങ്ങളുടെ വീട്ടിൽ കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണം, അത് മറക്കരുത്. പിന്നെ എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഇരട്ടിയാണോ, ഇപ്പോൾ 8 പേർക്ക് എടുക്കുമ്പോൾ ചേച്ചി ഇതിൻ്റെ ഇരട്ടിയാണ് എല്ലാ സംഭവവും സവാളയൊക്കെ ഇരട്ടിയാണോ എന്ന് ചോദിക്കാറുണ്ട്. ഞാനിത് ചെയ്യാത്ത കാരണം, അതായത് ഞാൻ ഓരോ പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഇടുമ്പോൾ അത് അത്രയും ഞാൻ ട്രൈ ചെയ്തിട്ട് കണക്കൊക്കെ കറക്റ്റായിട്ട് എടുക്കുന്നതാണ്. അതിൻ്റെ ഇരട്ടിയാക്കി കഴിഞ്ഞാൽ വ്യത്യാസം വരും. ഇരട്ടിയാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ എരിവൊക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇരട്ടി ഇടാൻ പാടില്ല. എപ്പോഴും കുറച്ചതിന് ശേഷം മാത്രം ചെയ്യാം കേട്ടോ. നോൺ സ്റ്റിക്ക് കടായിൽ തന്നെയാണ് ഞാൻ ദം ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് നീളയിൽ ഏതാണ് ഉള്ളത് അതിനനുസരിച്ച് അതിൽ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ദം ചെയ്യാൻ വേണ്ടി കണ്ടിട്ട് ഏത് പാത്രമാണോ നിങ്ങൾ ദം ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ പാത്രം വെക്കുക. അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ താഴെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, സൈഡിലും ഇതൊക്കെ ഒന്ന് നെയ്യങ്ങ്. ഇത് ചൂടില്ലാത്ത പാത്രം, ഞാൻ കഴുകിയ പാത്രമാണ്. ഞാൻ ആദ്യം ഇതിലേക്ക് ലെയർ ചെയ്യാൻ പോകുന്നത് റൈസാണ്. അപ്പോൾ റൈസ് നമ്മൾ നേരത്തെ ഊറ്റി കോരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല, തണുത്തിട്ടുണ്ട്. നല്ല തണുത്തിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കുക. ഭാഗമാണ് വെന്തിരിക്കുന്നത് നമ്മുടെ റൈസ്. ഇതിൽ ദം ചെയ്യുന്ന സമയത്ത് ബാക്കിയും കൂടെ വെന്തോളും. അപ്പോൾ ഒരു ലെയറായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക, ഫസ്റ്റ് ലെയർ. പിന്നെ ഈ ചോറിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. ഞാനിപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ നല്ല ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട്. ചിലർ പറയാറുണ്ട് ഉപ്പ് കുറഞ്ഞു പോയി ചോറിന്. അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ ഒരല്പം ഉപ്പ് വെള്ളം എടുത്തിട്ട് ഒന്ന് തെളിച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ദം ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ച് ഉപ്പ് ലൈനി എടുത്തിട്ട് ഒന്ന് തെളിച്ച് കൊടുക്കുക. ഒരുപാട് ഒഴിക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് തെളിച്ച് കൊടുക്കുക. അപ്പം നമ്മൾ ദം ചെയ്ത് മിക്സ് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ആയിട്ടുണ്ടാവും ഉപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പം ഫസ്റ്റ് ലെയർ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് മുട്ടയുടെ ഗ്രേവി, മുട്ടയും ചേർത്ത് കൊടുക്കാം. പിന്നെ അടുത്ത ലെയർ ഇടുക. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് ഇലകൾ തൂക്കി കൊടുത്തോളൂ. നിങ്ങൾ ചോയ്സ് ആണ് കേട്ടോ, നിങ്ങളുടെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാവാനനുസരിച്ച് മാറ്റം വരുത്താം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പിന്നെ ഇവിടെ ചേർക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ടുണ്ട്. പാല് കുറച്ച് എടുക്കുക, അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതങ്ങ് തെളിച്ച് കൊടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഞാൻ പറഞ്ഞ പോലെ പൈനാപ്പിൾ എസൻസും മഞ്ഞ കളറും ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സാഫ്രോൺ, അതായത് കുങ്കുമപ്പൂവ് പാലിൽ മിക്സ് ചെയ്തതിന് ശേഷം അത് തെളിച്ച് കൊടുത്താലും മതി. അതെന്താണ് നിങ്ങൾക്ക് താല്പര്യം അത് ചേർത്ത് കൊടുക്കുക. ഞാൻ തൽക്കാലം ഇപ്പോൾ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, പാലും കൂടി ആയിട്ടുള്ള ഒരു മിക്സ്. കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊണ്ട് മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി, ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് എഗ്ഗിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. ചിലപ്പോൾ ഞാൻ എന്താ ചെയ്യാന്നറിയാമോ, ഒരു സൈഡിൽ കംപ്ലീറ്റ് എഗ്ഗിൻ്റെ കറി വെച്ച് കൊടുക്കും, ഒരു സൈഡിൽ ചോറ് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഇതേപോലെ ദം ചെയ്തെടുക്കുക ചെയ്യാം. അങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് താല്പര്യം അതിനനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ. പക്ഷെ നന്ദൂസിന് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ മുകളിലത്തെ ചോറ് മാത്രം മാറ്റി വെക്കും. അവന് ഒരുപാട് ഗ്രേവിയിൽ മിക്സ് ചെയ്യുന്ന ഇഷ്ടമല്ല. അപ്പം നമ്മുടെ പിള്ളേർ ഓരോരുത്തരും ഓരോ രീതിയാണല്ലോ. ഈ ചോറ് കറക്റ്റാണ് കേട്ടോ, ഇതിൻ്റെ വേവ് എന്ന് പറയണത്. നന്നായിട്ട് അങ്ങ് തട്ടി കൊടുക്കുക. ഇത് ഈ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം അതിൻ്റെ മുകളിൽ കുറച്ചായിട്ട് തൂക്കി കൊടുക്കാം. ഞാൻ അവസാനം ഇലകൾ ചേർക്കില്ല, കാരണം ദം ചെയ്ത് വരുമ്പോൾ ഇലകളൊക്കെ ഇങ്ങനെ വാടി ഒരു വേറെ വൃത്തികെട്ട കളറായിട്ട് മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ അവസാനം ഇലകൾ ചേർക്കില്ല അവസാനത്തെ ലെയറിൽ. പിന്നെ വേണമെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തോളൂ. ഗ്യാപ്പിൽ നെയ്യ് കുറച്ച് ഒഴിക്കാൻ, ആദ്യത്തെ ലെയറിൽ നെയ്യ് ഒഴിക്കാൻ ഞാൻ മറന്നുപോയതാണ് കേട്ടോ. നെയ്യ് കുറച്ച് ഒഴിച്ചു, അപ്പോഴേ ബിരിയാണി ആവുള്ളൂ നെയ്യ് ഉണ്ടെങ്കിൽ. ഇതിൽ കുറച്ച് നമ്മൾ
ലുബ്ധ് കാണിക്കണ്ട. പിന്നെ കുറച്ച് ബിരിയാണി മസാല നമുക്ക് വേണമെങ്കിൽ ഒന്ന് തൂവി കൊടുക്കാം, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. അവസാനത്തെ ലെയർ നമുക്ക് ഇട്ട് കൊടുക്കാം. മുട്ട ലാസ്റ്റത്തെ ലെയർ നമുക്ക് ഇതേപോലെ മൊത്തത്തിൽ ചോറിട്ടതിന് ശേഷം സെറ്റ് ചെയ്ത് കൊടുക്കാം. അവസാനത്തെ ലെയറിങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഫൈനലി അണ്ടിപ്പരിപ്പ്, സവാള കുറച്ചൊക്കെ മതി. ഈ സവാളയൊക്കെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഉള്ളിലത്തെ ആവി വരുമ്പോൾ വേറൊരു കളറ് മാറും. അവസാനം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് അവസാനമായിട്ട് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം, മഞ്ഞൾ, അവസാനമായിട്ട് കുറച്ചും കൂടെ മസാലപ്പൊടി. സംഭവം കഴിഞ്ഞു പരിപാടി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കാണിച്ചപ്പോൾ തന്നെ ഒരു അലുമിനിയം ഫോയിൽ നമുക്ക് നന്നായി ടൈറ്റായിട്ട് അങ്ങ് കെട്ടാം. അലുമിനിയം ഫോയിൽ നന്നായിട്ടങ്ങ് ഇവിടെ ഇങ്ങനെ ടൈറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആവി പുറത്തേക്ക് വരില്ല കേട്ടോ. അത് ഉറപ്പുള്ള കാര്യമാണ്. നിങ്ങൾ ചിക്കൻ ബിരിയാണിന് മുമ്പ് ദം ചെയ്തിട്ടില്ലേ? സെയിം പ്രൊസീജിയറാണ്. അലുമിനിയം ഫോയിൽ താഴോട്ട് കിടക്കാൻ പാടില്ല, അത് കത്ത് പിടിക്കും, സൂക്ഷിക്കുക. ഈ അറ്റത്ത് മാത്രം വരാൻ പാടുള്ളൂ. ടൈറ്റായിട്ട് ആ ഇതിൻ്റെ വക്കിൽ നന്നായിട്ട് അങ്ങ് ടൈറ്റായിട്ട് വെക്കുക. അപ്പോൾ ഇത് ടൈറ്റായിട്ടുണ്ട് സംഭവം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഇതിൻ്റെ ലിഡ് വെക്കുക. ഇപ്പം സംഭവം ടൈറ്റായിട്ട് ഇരിപ്പുണ്ട്. ഒരു തരി പോലും ആവി പുറത്തേക്ക് കിടക്കില്ല. പണ്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ആട്ടമാവും ഗോതമ്പ് മാവും ഒക്കെ അല്ലേ വെച്ചുകൊണ്ടിരുന്നിരുന്നത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊന്നും ചെയ്യാണ്ട് തന്നെ ടൈറ്റായിട്ട് നമുക്കിത് ദം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഓവനിൽ വെക്കുക. എന്നിട്ട് ഒരു ദോശത്തവ, പഴയ ദോശത്തവ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഇത് എടുത്ത് വെക്കേണ്ടത്. അപ്പം ഞാൻ ദോശത്തവ എടുക്കട്ടെ. ബിരിയാണി ദം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ദോശത്തവ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അരമണിക്കൂർ ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അരമണിക്കൂർ നമുക്ക് ദം ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ആ സമയം കൊണ്ട് നന്നായി ബാക്കി വേവാനുള്ള ചോറൊക്കെ വെന്തോളും. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ട് നല്ല അടിപൊളി എഗ് ദം ബിരിയാണി നമുക്ക് കിട്ടും. അപ്പോൾ ചൂട് സൂക്ഷിക്കുക. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് അങ്ങ് ഓഫ് ചെയ്ത് ദം പൊട്ടിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ദം പൊട്ടിക്കാം. ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്തു. എന്താ മണം, എന്ത് രുചിയായിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ? അപ്പോൾ റൈസൊക്കെ മുകളിൽ ഇരിക്കുന്ന നോക്കിയാൽ ആ റൈസിൻ്റെ കറക്റ്റ് പരുവം കണ്ടോ? ഇത് കാണുന്നുണ്ടോ? റൈസ് പെർഫെക്റ്റ് റൈസാണ്. ഞാനൊന്ന് കാണിച്ചു തരാം, അടുത്തേക്ക് കൊണ്ടൊന്ന് കാണിച്ചു തരാം. കണ്ടോ? ഒന്നിനോടൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല, അതേസമയം നല്ല വെന്തിട്ടുണ്ട്. അതാണ് നമ്മുടെ റൈസിന്റെ പരുവെന്ന് പറയുന്നത്. അപ്പൊ ദം ചെയ്യുമ്പോൾ മുക്കാൽ വേവ് എന്നുള്ളത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അതേസമയം മിക്സ് ചെയ്യാണ്ടും സെർവ് ചെയ്യാം കേട്ടോ. ഞാൻ മിക്സ് ചെയ്യുന്നില്ല, കാരണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഭംഗി അങ്ങ് നഷ്ടപ്പെടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറ്. ഞാൻ പറഞ്ഞില്ലേ, മുകളിലത്തെ ചോറ് നന്ദുവിന് തനിയെ മാറ്റി വെക്കണം. അവനിങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കില്ല. അപ്പൊ ഞാനിതിന്റെ ഫൈനൽ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. അതായത് നല്ല ഗ്രേവിയും ചോറും എല്ലാം കൂടിയിട്ട് അങ്ങ് മിക്സ് ചെയ്ത്, ശരിക്കും പറയുകയാണെങ്കിൽ റൈത്തയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കണം. എന്നാലും ഇപ്പം തൽക്കാലം ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ. അതെ വാ, അടിപൊളിയുണ്ട് കേട്ടോ. എല്ലാം കറക്റ്റാണ്. എല്ലാം പാകത്തിന് ഉപ്പുണ്ട്, എരിവുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങൾ നിശ്ചയിക്കാൻ മറക്കരുത്. ഇതെന്താ അര ടീസ്പൂൺ മുളക് പൊടി ഇട്ടാൽ മതിയോ എന്നൊക്കെ നിങ്ങൾ മനസ്സിൽ ചിലപ്പോൾ ചിന്തകൾ വരാം. അത് ചിന്തകൾ മാത്രമായിരിക്കും ഇരിക്കട്ടെ. കാരണം ഇത് എഗ് ബിരിയാണിയാണ്. എഗ് ബിരിയാണിയിൽ ഒരുപാട് എരിവ് പാടില്ല. നമ്മൾ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ പീസസിലൊക്കെ എരിവ് ശരിക്കും പിടിക്കണം. പക്ഷേ മുട്ട ആയതുകൊണ്ട് ഗ്രേവിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് മുട്ടയുടെ ഉള്ളിലോട്ടൊന്നും അങ്ങനെ എരിവൊന്നും പിടിക്കില്ല. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ അളവോ അതിൽ കുറവോ ഇട്ടാൽ മതി മുളക് പൊടി, അല്ലാണ്ട് കൂടുതൽ ഒരിക്കലും ഇടാൻ പാടില്ല. ആ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള വീണാസ് കറിവേൾ സ്പെഷ്യൽ എഗ് ബിരിയാണി നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഇനി മാത്രമാണ് മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും അതുപോലെ തന്നെ ഇലകളൊക്കെ ഇടുള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ദം ചെയ്യുമ്പോൾ ഇലകളൊക്കെ അല്ലെങ്കിൽ ഒരുമാതിരി വേറെ കളർ വാടിയുണ്ട്. ഈ ഇലയുടെ ഒക്കെ കളർ കണ്ട വാടി ഇരിക്കുന്ന ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പം ഇതെല്ലാം ദമ്മിൻ ചെയ്തതിന് ശേഷം മാത്രം അതിൻ്റെ മുകളിലേക്ക് സവാളയും ഫ്രൈ ചെയ്തതും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും പിന്നെ ഇലകളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല അട്രാക്റ്റീവ് ആയിരിക്കും നമുക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ പ്രസൻറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ ഇടാറുള്ളൂ കേട്ടോ. ആ കാര്യം. ഇതിൻ്റെ കൂടെ ഞാൻ സെർവ് ചെയ്യാൻ പോകുന്നത് റൈത്തയാണ്, നമ്മുടെ നാടൻ റൈത്ത. അതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത റെസിപ്പി ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ രണ്ടും ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം പറയാം. പിന്നെ അതുപോലെ തന്നെ ലെമൺ ഡേറ്റ്സ് പിക്കിൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ. അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. അങ്ങനെയുണ്ട് മാഷേ എഗ് ബിരിയാണി, നമ്മുടെ നന്ദൂസ് കുട്ടൻ ബർത്ത്ഡേ സ്പെഷ്യൽ ആണോ? അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞത്. നന്നായിണ്ടെന്ന് പറയും. നന്നായിണ്ട്, കുഴപ്പമില്ലാന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാന്നായിട്ടുള്ളൂ. അതുകൊണ്ടാണ് അവന്റെ ഫേവറേറ്റ് അല്ലേ മുട്ട. പിന്നെ ഞാൻ വിചാരിച്ചു മുട്ടയിലും പാലിനും കൈവശം കൊടുത്തിട്ട് പറ്റത്. ബിരിയാണി നന്നായിട്ടുണ്ട്.
അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എഗ് ബിരിയാണി എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന, അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. ട്രൈ ചെയ്തിട്ട് ഫോട്ടോസ് ഒക്കെ അയച്ചു തരാം നമ്മുടെ ഫാൻസ് പേജില്. നമ്മുടെ സ്പിന്നീസിന്ന് വാങ്ങിച്ച കോഴിമുട്ട ബിഗ് വൺ, ബ്രാൻഡ് പറഞ്ഞു കൊടുത്താ ഗോൾഡൻ എഗ്സ്. അത് ചോദിക്കല്ലേ, ഗോൾഡൻ എഗ് ആണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യ ഗേറ്റ്. എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ടാറ്റാ, ബൈ. ഗുഡ് മോർണിംഗ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. ലവ് യു. പലുച്ച് എനിക്ക് നീ ഉറങ്ങണ്ട. ഹാപ്പി ബർത്ത്ഡേ അല്ലേ എന്ന് മിഠായി ഒക്കെ കൊടുക്കണ്ടേ? ഹലോ, ഇതാ എനിക്ക് പാല് കുടിച്ചു വീണ്ടും കിടന്നു. ശരി. ഇല്ല ഞാനിവിടെ ഉണ്ട്, ഞാൻ പോവാൻ പോണു. അവന് 6:45 ബസ്. ശരി ഓക്കെ. ചക്കരേ അച്ചാച്ചൻ വിളിച്ച് വെച്ചു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യാൻ. എനിക്ക് മുത്തേ മതി. അയ്യോ, ബസ്സിലും ക്ലാസ്സിലൊക്കെ മിഠായി കൊടുക്കണം. അവരെ മുന്നിന് വായോ, അവരെ മുത്ത എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാൻ. വായോ, എനിക്ക് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആണോ ഇന്ന്? കഞ്ഞി വേണ്ടെന്ന് പറഞ്ഞു, ചോറ് മതി. അതാണ് സ്പെഷ്യല്. ബർത്ത്ഡേ ആയിട്ട് എനിക്ക് കഞ്ഞി വേണ്ടമ്മ. അവനെന്നെ മനസ്സിലായി. കഞ്ഞി എനിക്ക് നോക്കേ. അമ്മനോട് പറഞ്ഞില്ലേ മൂത്ത് വെള്ളം തെളിച്ചാൽ മതി അമ്മ, രാവിലെ ഞാൻ ഇട്ടിട്ടില്ലെങ്കിൽ മൂത്ത് വെള്ളം തെളിക്കണോടാ. എന്നാ എനിക്കിടെ മുത്തേ, എനിക്ക് ഗുഡ് ബോയ്. എനിക്ക് കുഞ്ഞു വാടാ. ബർത്ത്ഡേ ആണെന്ന്. ആരാ പറഞ്ഞത് ബർത്ത്ഡേ എങ്ങനെയാണ്? ഗുഡാണോ? എത്ര വയസ്സായത്തിനിപ്പോ? 7. അത് ശരി. ടീച്ചറോട് പറയണ്ടെന്ന് എന്റെ ബർത്ത്ഡേ ആണ് ടീച്ചർ, ന്യൂ ഡ്രസ് ഒക്കെ ഇട്ട് പോണ്ടേ നമുക്ക്. എന്നാ ബാ, എനിക്ക് ഇവരെ പൊന്നു വാ. ഗുഡ് ബോയ്. അമ്മക്ക് ഹഗ് തന്നെ. ഹഗ്. ലവ് യു. ലവ് യു. മിടുക്കനായിരിക്കണം കേട്ടോ. ഓക്കെ.